അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. 15-18 റേഞ്ചൊക്കെ മൈലേജ് പറയുന്നുണ്ട്. ഓക്കെ ബമ്പറിലൊക്കെ ഉണ്ടല്ലോ, മാറ്റിയിട്ടുണ്ട്, കിറ്റ് കയറ്റിയിട്ടുണ്ട്. MG-യുടെ 79 ഹിസ്റ്ററി എല്ലാം ഉണ്ടല്ലോ, എല്ലാ ഹിസ്റ്ററി കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ സർവീസ് റീസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രീമിയം അതേപോലെ SUV സെഗ്മെന്റിൽ നിന്ന് മാറി ചെറുതിലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യുണ്ടായ് വെർണയാണ്. ഇതും അത്ര ചെറുതൊന്നുമല്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ഷോറൂമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട്. പോസ്റ്റ്ലിംഗ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഷോറൂമിനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താ പറയുക, എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്ന പോലെ ലക്ഷറി സെഗ്മെൻറ്റ് ഉണ്ട്. ഇത് തന്നെ ഓഫർ റേറ്റിൽ വരുന്ന കാറുകളാണ്. നല്ല കിടിലം ഓഫറിൽ വരുന്ന കാറുകളാണ് പുറകിലുള്ളത്. മലപ്പുറം ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ എന്താ സ്വാഗതം ചെയ്യാം ഓണറിനെ. ഹായ്, സുഖല്ലേ? എന്താ പേരെന്താ? തബ്ഷീർ. ഓക്കെ, അതാണ് ഒരു വർഷം കൊണ്ട് ഏകദേശം 200ഓളം ഡെലിവറി നിങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് 200ഓളം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എന്തായാലും ജനങ്ങൾക്ക് ഉണ്ട്. ആ ഒരു എല്ലാവർക്കും അറിയാൻ ചെയ്യായിരിക്കും അല്ലേ? ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ വെള്ളവമ്പ്ര കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് അത്താണിക്കൽ. വെള്ളവമ്പ്ര അത്താണിക്കൽ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് മലപ്പുറത്തേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. വെള്ളവമ്പ്ര കഴിഞ്ഞ് അത്താണിക്കൽ. ഓക്കെ, ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, നിങ്ങൾ എക്സ്ചേഞ്ച് എല്ലാ കാറുകളും എടുക്കുമോ അതോ? എല്ലാ കാറുകളും എക്സ്ചേഞ്ച്. കുറച്ച് സൗണ്ട് പറയാൻ പറ്റുമോ? എല്ലാ കാറുകളും എക്സ്ചേഞ്ച്. ഓക്കെ, സൗണ്ട് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഓഫറുകളാണ്. എക്സ്ചേഞ്ചിൽ വന്ന കാറുകളാണ് ഇപ്പം നമ്മൾ ഈ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് സ്പെഷ്യൽ ഓഫറിൽ. അതേപോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? വാറണ്ടി നമ്മൾ മോഡൽ കൂടിയ വണ്ടികൾക്കല്ല, അത് ഇപ്പം ഈ വണ്ടികൾക്കൊന്നും അല്ല, അത് ബാക്കിയുള്ള എല്ലാ വണ്ടികൾക്കും 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? വാറണ്ടി ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മളെല്ലാ വണ്ടിയുടെയും സർവീസ് ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് അവൈലബിൾ ആണ്. പ്രീമിയം വണ്ടി ആയാലും മറ്റു വണ്ടികളുടെ ആയാലും എല്ലാത്തിൻ്റെയും PDF ഫയൽ നമ്മൾ. എക്സ്ചേഞ്ച് വരാത്ത വണ്ടികൾക്ക് എല്ലാത്തിനും അവൈലബിൾ ആണല്ലേ? ഓക്കെ, അത്രയും മോഡൽ. ഇതിപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിൽ വന്നുകൊണ്ട് മോഡൽ കുറഞ്ഞ വണ്ടികളാണ്. ഓക്കെ, ഇതെല്ലാ വണ്ടിയും 2016 above 18 above വണ്ടികളാണ്. ഓക്കെ. പുള്ളി എൻ്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ചെറിയൊരു പേടിയുണ്ടെന്ന്. ആദ്യമായിട്ടാണ് വീഡിയോയുടെ മുന്നിലേക്കുന്നത്. പേടിയൊന്നും വേണ്ട. ഓക്കെ, ഫുള്ളായിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടുവരുത്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ റൈറ്റ് ഓഫ് കോർണറിൽ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു 3 സീരീസ് തുടങ്ങാം. BMW 320D ആണ്. എന്താ പറയുക, ഒരു എൻട്രി ലെവൽ പ്രീമിയം കാറാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 വണ്ടിയാണ്. 2012 HR രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. NOC എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലേക്ക് NOC എടുത്തു. പെരിന്തൽമണ്ണ. ഓക്കെ, ഹരിയാന രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. സൺറൂഫുള്ള ഹൈലൈൻ ഓപ്ഷനാണ്. വണ്ടി നിലവിൽ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ. പെർഫെക്റ്റ്. ഓക്കെ, ഇതിൻ്റെ കിലോമീറ്റർ 1 സംതിങ്, അതായത് 110 ഉള്ളിൽ. ഹിസ്റ്ററി എടുത്തിട്ടുണ്ടാവില്ല. ഇതിന് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. എക്സ്ചേഞ്ച് വന്ന വണ്ടി. എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി. ഈ കാണുന്ന വണ്ടികളെല്ലാം എക്സ്ചേഞ്ചിൽ വന്നത്. നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന വണ്ടികളെല്ലാം എക്സ്ചേഞ്ച് വന്നു. എന്തായാലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ചെയ്ത് കൊടുക്കാം അല്ലേ? മേജർ കംപ്ലൈൻസിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. അതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഉറപ്പാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. 15-18 റേഞ്ചൊക്കെ മൈലേജ് പറയുന്നുണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു വാഹനം. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. BMW 320D 2012 മോഡൽ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? നെറ്റ് 6,20,000. 6,20,000 രൂപയ്ക്ക് ഒരു BMW നെറ്റ് പ്രൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല, കുറയില്ല. 6,20,000 ഒരു BMW 320D നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജുള്ള, വലിയ മെയിൻ്റനൻസ് വരാത്ത, കമ്പാരിറ്റീവ്ലി വേറെ മോഡൽ നോക്കുമ്പോൾ വലിയ മെയിൻ്റനൻസ് വരാത്തൊരു മോഡലാണ് 3 സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് മാറിയാൽ ചിലപ്പോൾ ലോൺ സൗകര്യം കിട്ടും അല്ലേ? ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. മാറാൻ ഏകദേശം എത്ര ചാൻസ് വരാൻ? 1 to 1.5 1.5 ആ റേഞ്ചിൽ മാറാനുള്ള ഒരു കോസ്റ്റും കൂടി കാണും. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും ഒരു BMW 320D തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ന്യൂ ഷേപ്പാണ് അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ബാക്കി? ഇത് 2013 വണ്ടി. ഓക്കെ, 1,40,000 ഓടിയിട്ടുണ്ട്. 1,40,000 സർവീസ് ഹിസ്റ്ററി എല്ലാം. ഓക്കെ. ഇത് സൺറൂഫ് വരാത്ത കോർപ്പറേറ്റ് എഡിഷൻ ആണ് വാഹനം. ഓപ്ഷൻ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ എല്ലാ ഭാഗവും ഫുൾ ഫിറ്റ്. ഓക്കെ, എത്ര കൊടുക്കാതെ? ഇത് നമുക്ക് നെറ്റ് 9,400 കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് 2013 മോഡൽ BMW 320D. എന്താ പറയുക, 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കേരള വണ്ടി, ഒറിജിനൽ കേരളയാണ്, വണ്ടിയല്ല, ഒറിജിനൽ കേരള നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ ലോൺ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 9 രൂപ വരെ എന്തായാലും ലോൺ കിട്ടും. 9 ലക്ഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്.
25,000 രൂപ കണ്ടാൽ ഒരു പ്രീമിയം കാർ സ്വന്തമാക്കാം. BMW 320D തന്നെയാണ്. വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ എക്സ്ട്രയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് ഇറക്കിക്കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഓഡി A4 ആണ്. KL11 രജിസ്ട്രേഷൻ. ഓഡി അല്ല ഔഡി എന്നൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, വായത്തൊന്നും പറയാനല്ല, കോമൺ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, KL11 രജിസ്ട്രേഷൻ വാഹനമാണ്. കോഴിക്കോട് വണ്ടിയില്ല. ഇത് 2011 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ S-Line. S-Line ആണ്. ടോപ്പല്ല? ടോപ്പ് ആൻഡ്. ഓക്കെ, ടോപ്പ് ആൻഡ് വാഹനം. 2011 കേരള വണ്ടി. അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റ് തന്നെയാണ് ഇതും. 320 കൊണ്ട് പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു 17 റേഞ്ച് കിട്ടുമോ? എന്തായാലും കിട്ടും. എന്തായാലും കിട്ടുന്നുണ്ട്. നല്ലൊരു ക്ലീൻ പീസ് വാഹനം. എത്ര ഓട്ടം പോയത് ഇത്? ഇതിൽ 1,06,000. 1.6 ഓടിയിട്ടുണ്ടല്ലോ. ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഇതിനുണ്ടോ? ഉണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടില്ല. 11 ആയതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, എക്സ്ചേഞ്ച് വണ്ടിയാണ് ഇതും, അതുകൊണ്ടാണ്. പ്രൈസിങ് എങ്ങനെയുണ്ട്? ഇത് നമുക്ക് നെറ്റ് 8,20,000. 8,20,000 രൂപയ്ക്ക് 2011 ഓഡി A4 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒറിജിനൽ കേരള രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ, 1.20 കണ്ടാൽ ഇറക്കാനും പറ്റും. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡൽഹി വണ്ടി അങ്ങനത്തെ ഒന്നുമല്ല. ഒറിജിനൽ കേരള വാഹനം നിങ്ങൾക്ക് 8,20,000 സ്വന്തമാക്കാം. 1.20 ലോൺ കണ്ടാൽ ഇറക്കാനും പറ്റില്ല. അടുത്ത വണ്ടിയിലേക്ക് BM കണ്ടു, ഓഡി കണ്ടു. ഇനി ഒരു ബെൻസ് കാണാണ്ട് പോയാൽ സുഖമില്ല അല്ലേ? C ക്ലാസ് ആണ്. C250D. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2011 ന്യൂ ഷേപ്പ് ആണ്. ഇതിൽ വരുന്ന പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, 2011 കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഇത് ഒറിജിനൽ കേരള. ഇതിൽ എക്സ്ട്രാ നമ്മൾ AMG കിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്കേർട്ട് ഇതെല്ലാം കസ്റ്റമർ ചെയ്താണ്. ബമ്പറിലൊക്കെ ഉണ്ടല്ലേ, മാറ്റിയിട്ടുണ്ട്. കിറ്റ് കയറ്റിയിട്ടുണ്ട് AMGയുടെ. ഓക്കെ, ഓട്ടം കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1,10. 1,10,000. 2011 വണ്ടി. ഇതിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ? അതോ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ എന്താ പറയുക, 11 മോഡലായതുകൊണ്ട് നമ്മൾ കയ്യില്ല. ഇത് എക്സ്ചേഞ്ച് വണ്ടികളായതുകൊണ്ടാണ്. ബാക്കി നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ തന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഡോക്യുമെൻ്റായിട്ട് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ചോദ്യം? എങ്ങനെയാണ് ഇത്? നമ്മൾ ചോദ്യമല്ല, നെറ്റ് പ്രൈസ്. ഓക്കെ, 8,40,000 രൂപയ്ക്ക് 2011 മോഡൽ 250 C ക്ലാസ് 250 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിനൊരു 5 to 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അത്രയല്ല, ഒരു 2-2.5 റേഞ്ച് കാണുന്നുണ്ട് ഏകദേശം. അടുത്ത മെഴ്സിഡസ് ബെൻസ് E250 ആണ്. E ക്ലാസ് ആണ്. അത്യാവശ്യം എന്താ പറയുക, സ്റ്റൈലിഷ് ആയിട്ട് എല്ലാം പെർഫോമൻസ് മൈലേജ് എല്ലാം ഉള്ളൊരു വാഹനമാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 ഉണ്ട്. 14 മോഡൽ. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇങ്ങോട്ട് NOC എവിടെയെങ്കിലും എടുത്തോ? NOC ഇപ്പോൾ നിലവിലെടുത്തിട്ടുണ്ട്. എവിടെ? ഇത് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയ്ക്ക് തന്നെ NOC എടുത്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഡൽഹിയിലാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ബാക്കി ഇത് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. എല്ലാ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഓപ്ഷൻ ടോപ്പാണ് ഇത്. ഏറ്റവും ടോപ്പിൻ്റെ അവങ്കാർഡ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം 2014 E250. അവിടെ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഓക്കെ, പ്രൈസ് നമുക്ക് ഫൈനൽ നെറ്റ് ഒരു 11,300 കൊടുക്കാം. 11,75,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആണ്. നമ്മൾ അധിക വണ്ടിക്ക് എല്ലാത്തിലും ഫൈനൽ റേറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാർഗൈനിങ് ഉണ്ടാവില്ല കാര്യമായിട്ട്. ഫൈനൽ റേറ്റ് പറഞ്ഞാണ്. വെറുതെ അതിൻ്റെ മുകളിലൊരു കൂട്ടി വെച്ചിട്ട് നെറ്റ് പറയുന്നതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 4 lakh വരും. 4 ലക്ഷം കാണും അല്ലേ? ഓക്കെ, ഒരു E250 99,000 കിലോമീറ്റർ ഓടി 2014 മോഡലാണ്. ലോൺ ഇങ്ങോട്ട് മാറിയേ കിട്ടില്ല. മാറി കഴിഞ്ഞാൽ എന്തായാലും ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് 5 ലക്ഷം 16 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. ഓക്കെ, ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് നമ്മൾ 3ാമത്തെ സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? പ്രീമിയത്തിൽ നിന്ന് മാറി. ഓക്കെ, പ്രീമിയം അതേപോലെ SUV സെഗ്മെന്റിൽ നിന്ന് മാറി ചെറുതിലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യുണ്ടായ് വെർണയാണ്. ഇതും അത്ര ചെറുതൊന്നുമല്ല. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 1.6 SX പെട്രോളാണ്. SX പെട്രോൾ 2019 മോഡൽ വാഹനമാണ് വെർണ. ഇപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാണ് അല്ലേ? ഓക്കെ, SX-ൻ്റെ മോഡൽ SX ഓപ്ഷനിൽ വരാത്ത മോഡൽ. ഓക്കെ, ബാക്കി കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 55,000 കിലോമീറ്റർ. നോർമൽ ഓട്ടം പെട്രോൾ വണ്ടിയുടെ നോർമൽ ഓട്ടം പോയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈലേജ് കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ 1.6 പെട്രോളാണ്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു കാറ്റഗറി വാഹനമാണ്. ഒരു മൈലേജ് ഒരു 11-13 ആ റേഞ്ച് ഉണ്ടായി. 10-13 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് 8,20.
8,20,000 രൂപയ്ക്ക് 2019 53,000 അല്ല പറഞ്ഞ 55,000. സോറി 55,000 കിലോമീറ്റർ ഓടിയ SX 1.6 ലോൺ മാക്സിമം നമുക്കൊരു 7,00,000 രൂപ വരെ ലോൺ അറേഞ്ച് ചെയ്യും. 7,500 വരെ കിട്ടുകയും ചെയ്യും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഫുൾ SUV കണ്ടു, ഫുൾ സൈസ് SUVകൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. റിനോ കൈഗർ ആണ്, KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം, ഡ്യുവൽ ടോൺ, നല്ലൊരു അടിപൊളി കളറുമാണ്. ടർബോ ആണല്ലേ, 1 ലിറ്റർ ടർബോ. ഓക്കെ, ഡ്യുവൽ ടോൺ RXZ ഏറ്റവും ടോപ്പ് എൻ്റെ മോഡൽ. ഏറ്റവും ടോപ്പ് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ. ഏതാ മോഡൽ? 2022 മോഡൽ മാനുവൽ, ഏറ്റവും ടോപ്പിൻ്റെ RXZ റിനോ കൈഗർ 1 ലിറ്റർ ടർബോ വാഹനമാണ്. അത്യാവശ്യം മൈലേജും പവറും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. ഒരു 13-16 റേഞ്ചിൽ ഏകദേശം മൈലേജ് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് കൈഗർ പൗഡറിലുള്ള കൈഗർ ഓൾമോസ്റ്റ് അഡ്വാൻസ് ആയ വണ്ടിയാണ്. അതെ, അതിന്റെ ലുക്ക് കൊണ്ടും ബഡ്ജറ്റ് പൈസ നോക്കുമ്പോൾ അതെ സുഖമായിട്ട് സ്വിഫ്റ്റിന്റെ പൈസ പോലും വരുന്നില്ല. അതെ അതെ, മൂവ് ചെയ്ത് പോകുന്നൊരു വാഹനമാണ്. ഓക്കെ, ഇതിന്റെ ഇപ്പം എങ്ങനെയാണ്, ഫൈനലാണോ? ഇത് നെറ്റ് ഫൈനൽ. ഓക്കെ, എത്ര? ഒരു 7,90,000. 7,90,000 രൂപയ്ക്ക് 2022 കൈഗർ. എത്ര ഓട്ടം പോയത്? 1,00,000 രൂപ വില വരുന്നുണ്ട്. എത്ര ഓട്ടം പോയത്? ഓട്ടം 19,000 കിലോമീറ്റർ. 19,000 മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? സീറോ ക്ലെയിം. ഓക്കെ, സീറോ ക്ലെയിം വാഹനം. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ ഓൾമോസ്റ്റ് ഒരു 7,00,000 രൂപ കൺഫേം ആയിട്ട് കിട്ടും. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു ഡീസൽ കോമ്പാക്ട് SUV ആണ്. ടാറ്റ നെക്സോൺ KL65, തിരൂരങ്ങാടി, മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഷേപ്പ് അല്ലേ? അതെ, ഇത് 2018 ശരിക്കും ഓൾഡ് ഷേപ്പാണ് വരുന്നത്. ഇത് കസ്റ്റമർ കൺവേർട്ട് ചെയ്ത ന്യൂ ഷേപ്പിലേക്ക്. കൺവേർട്ട് ചെയ്താൽ 18 മോഡൽ? 18 മോഡൽ. ഓക്കെ, ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ് അല്ലേ? ഫസ്റ്റ് ഷേപ്പ് നെക്സോണിനെ കൺവേർട്ട് ചെയ്തതാണ്. എന്താ അടി വന്നിട്ട് കൺവേർട്ട് അല്ല, അതുപോലെ ജസ്റ്റ് അതിൻ്റെ ഒറിജിനൽ പാർട്സ് എല്ലാം നമ്മുടെ അവൈലബിൾ എല്ലാം. ആദ്യത്തെ മുന്നേ ഒന്ന് ജസ്റ്റ് ഒരു ആഗ്രഹം കൊണ്ട് മാറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ന്യൂ ഷേപ്പിൽ നിങ്ങൾക്ക് പഴയ നെക്സോൺ, പഴയ ഗ്രില്ല് ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, എല്ലാം ഉണ്ട്. ഇടിക്കാത്ത വണ്ടിയാണ്. ഓക്കെ, അതിന്റെ പ്രൂഫ് അങ്ങനെ തന്നെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്യാം, വന്നിട്ട് ഫുൾ ചെക്ക് ചെയ്ത് നോക്കാം. 2018 മോഡൽ ന്യൂ ഷേപ്പിൽ ഒരു നെക്സോൺ കിട്ടും അല്ലേ? 2018 ഫുൾ ഓപ്ഷൻ ഉണ്ട്. എക്സെറ്റ് ഓക്കെ പ്ലസ് ഡീസൽ, എക്സെറ്റ് പ്ലസ് ഡീസൽ. എക്സെറ്റ് പ്ലസ് ഡീസൽ ആണ്, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഓക്കെ, സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു കോമ്പാക്ട് SUV, നല്ല അടിപൊളി മൈലേജ് ഉള്ള ഒരു വാഹനം. എത്ര കൊടുക്കുക ഇത്? നമുക്ക് നെറ്റ് 6,85. 6,85,000 രൂപയ്ക്ക് 2018 ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ. കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട് ഹെഡ്ലാമ്പ് കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ പറയില്ല ഈ ഒരു വിലക്ക് കൊണ്ടുപോയി. ഈ ഷേപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷേപ്പ്. അതെ അതെ അതെ. പിന്നെ ലോൺ എത്ര കയറിയില്ലേ ഇതിൽ? ലോൺ ഒരു 6,00,000 രൂപ എന്തായാലും 6 വരെ കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ പ്രേമേന്ദ പറയും SUV കാറ്റഗറിയിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യ വാഹനം മഹീന്ദ്രയുടെ XUV 500 ആണ്. ഇത് കേരള വണ്ടി തന്നെയാണ്? അത് റീ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, എവിടെയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ആയത്? KL76 രജിസ്ട്രേഷൻ. ഓക്കെ ഓക്കെ, പറയുള്ളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2018 ഡിസംബർ വണ്ടി. W7 ഓട്ടോമാറ്റിക്. W7 ഓട്ടോമാറ്റിക്. അന്ന് W11 W11 ആണ്. 18 ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? W7 ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ടയേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് വണ്ടി നിങ്ങൾ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ലുക്ക്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ പ്രോപ്പറാണ്? സർവീസ് ഓൾമോസ്റ്റ് പ്രോപ്പറാണ്. ഓക്കെ, ക്ലാസ്സിലെ 2 സർവീസ് പുറത്തുനിന്നാണല്ലേ? ബാക്കി ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ബാക്കിയെല്ലാം ഹിസ്റ്ററി ഉണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 2018 റീ ആയ വാഹനമാണ്. KL76 W7 ഓട്ടോമാറ്റിക് വണ്ടി. എത്ര കൊടുക്കാം? ഇതിൽ നെറ്റ് നമുക്കൊരു 8,90,000. 8,90,000 രൂപയ്ക്ക് നെറ്റ് റേറ്റ്. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല. W7 ഓട്ടോമാറ്റിക് ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ഫുൾ ലോണിലൊരു ഓട്ടോമാറ്റിക് SUV നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 സീറ്റർ വാഹനം. 2018 മോഡൽ XUV 500. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ക്രിസ്റ്റ വന്നു. ഇതും ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? മാനുവൽ ഉണ്ടല്ലേ അവിടെ? മാനുവൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 80,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. 80,000 കിലോമീറ്റർ. ഏതാ? Z ആണോ? G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. റീ ആയതാണ്? റീ ആയിട്ടില്ല, മാറ്റി കൊടുക്കും. എവിടത്തേക്ക് NOC എടുത്തോ? ഇതിപ്പോൾ നമ്മുടെ പേരിലേക്കാണ്. ഓക്കെ, ഇവിടത്തേക്ക് ആക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മളാക്കി കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. ഓക്കെ, 18 G4 ഓട്ടോമാറ്റിക് വാഹനമാണ്. കിലോമീറ്റർ 88,000. ജെനുവിൻ 88,000. ഓക്കെ. അപ്പോൾ ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് നെറ്റ് 16,00,000 രൂപയ്ക്ക് നമ്പർ 6 ആക്കിയതിന് ശേഷം അല്ലേ? ഓക്കെ, 16 ലക്ഷം
16,50,000. 16.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 G4 ഓട്ടോമാറ്റിക് നമ്പർ ആയതിനു ശേഷം കേരള വണ്ടി ആക്കിയതിന് ശേഷം കൺവേർട്ട് ചെയ്ത വാഹനമാണ്. നമ്പർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് 16.5 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വാഹനം. നമ്പർ ആക്കി കഴിഞ്ഞാലേ ലോണ് ചാൻസ് ഉള്ളൂ അല്ലേ? ഷേപ്പ് മാറ്റിയിട്ടുണ്ട്, ഒന്നും നോക്കാനില്ല. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം MG ഹെക്ടർ ആണ്. കേരള വണ്ടി ഇത് ഒറിജിനൽ കേരള. നിങ്ങളുടെ നമ്പറല്ലേ പുറകെ കൊടുത്തത്? ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, മേലെ ഒരു നമ്പർ കാണാൻ പറ്റും. ഓക്കെ, ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിൽ ഇതിൻ്റെ? ഇത് 2019 ഷാർപ്പ് ഡീസൽ ഏറ്റവും ടോപ്പ് ഷാർപ്പാണ്. 2019 മോഡൽ. മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് മാനുവൽ വണ്ടി. മാനുവൽ ആണ് അല്ലേ? ഡീസലിൽ മാനുവലേ ഉള്ളൂ. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുമേ. എന്താ പറയുക, നല്ല ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ്. അതിൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഒരു 15-17 ഒക്കെ കിട്ടും. 17 എന്തായാലും കൺഫേം. 17 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ നമ്മൾ 8 to 10 ഒക്കെയാണ് പറയാറ്. അപ്പോൾ ഡീസൽ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. മാനുവൽ ഡീസൽ വാഹനമാണ്. 2019 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ? 70,000 കിലോമീറ്റർ. സർവീസ് എല്ലാം പക്ക ഇതാണ്. കേരള വണ്ടി തന്നെയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് 12 രൂപ. 12,50,000 രൂപയ്ക്ക് 2019 ഡീസൽ മാനുവൽ ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 11.5 ലോൺ. 11 ലക്ഷം രൂപ എന്തായാലും ലോൺ 11 കിട്ടും. ഒരു 1.5 ഇറക്കാം അല്ലേ? ഇറക്കാൻ പറ്റും. വേറെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. പെർഫെക്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ ഹാരിയർ ആണ് അടുത്ത വാഹനം. എങ്ങനെ കാര്യങ്ങളില്ല? ഇത് 2019 20 രജിസ്ട്രേഷൻ. കേരള വണ്ടി KL7 രജിസ്ട്രേഷൻ അല്ലേ? 19 മോഡൽ 20. സിംഗിൾ ഓണർഷിപ്പ്. ഏതോ എക്സാക്ട് പ്ലസ് ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം. മാനുവൽ ഓട്ടോമാറ്റിക്കോ? മാനുവൽ ആണല്ലേ? ഓക്കെ. 70,000 കിലോമീറ്റർ ഓടും. ഓക്കെ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്ലേ? 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. 70,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. സർവീസ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാണ്. ഓക്കെ, നല്ലൊരു സേഫ്റ്റി ഉള്ളൊരു SUV സെഗ്മെൻറ്റ് വാഹനം അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 11,50,000 രൂപയ്ക്ക് മാനുവൽ ഹാരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 70,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ളൊരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം അല്ലേ? ഓക്കെ, ലോൺ എത്ര കയറും? ലോണ് 10 to 11 10 എന്തായാലും കയറും. 11 നല്ല IT ഒക്കെ അടക്കുന്നവർക്കുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 11 ലക്ഷം രൂപ മാക്സിമം കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത 7 സീറ്റർ ആണ്. KL57 രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ മറാസോ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു വാഹനമാണ് അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 M4 മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, M6 M8 അല്ലേ അങ്ങനെ വരുന്നത്. ബാക്കി കിലോമീറ്റർ ഓപ്ഷൻ എല്ലാം ഉണ്ട്. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് വരുന്നില്ല. ഓക്കെ, സെൻട്രലൈസിങ് കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, എന്താ പറയുക, ഒരു ഇന്നോവ എടുക്കേണ്ട ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അല്ലേ, ഒരു ക്രിസ്റ്റൊക്കെ എടുക്കേണ്ട ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു കംഫർട്ടിൽ ഏകദേശം ഒരു കംഫർട്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു വാഹനമാണ്. 2018 1.20 ഓടി വണ്ടിയാണ്. 1,20,000 18 M4. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിടക്കാണ്. ഓക്കെ, എത്ര കൊടുക്കാത്? നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. 6.10. 6,10,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ ഫുൾ ലോണിൽ. അതും നിങ്ങൾക്ക് സ്വന്തം ഒന്നും മുടക്കണ്ട. ഫുൾ ലോണിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പിച്ച് പറയുന്നുണ്ട്. 2018 മോഡൽ മറാസോ 6.10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ടയുടെ BRV ആണ്. ഒരു 7 സീറ്റർ വാഹനം. KL41 ആലുവ രജിസ്ട്രേഷനാണ്. എറണാകുളം ജില്ലയിൽ ആലുവ രജിസ്ട്രേഷൻ വരുന്ന ഒരു നല്ല നീറ്റ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 ഫുൾ ഓപ്ഷൻ. 2015 VX ആണ് ഫുൾ ഓപ്ഷൻ വാഹനം. 2016 ഓട്ടോ എത്ര പോയി? 90,000 കിലോമീറ്റർ. 90,000 പെട്രോൾ വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൽ? ഒരു 14 റേഞ്ച്. ആവറേജ് 15 സിറ്റി ഡ്രൈവിൽ. അല്ല, ലോങ് ഡ്രൈവിൽ 15 റേഞ്ച് മൈലേജ്. പെട്രോൾ എഞ്ചിൻ ഹോണ്ട 7 സീറ്റ്. വലിയ എന്താ പറയുക, മെയിൻ്റനൻസ് വരാതെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഒരു 7 സീറ്റർ വാഹനം. തീരെ മെയിൻ്റനൻസ് കുറവായിരിക്കും. സാധാ ലോ കോസ്റ്റ് മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാം അല്ലേ? ഓക്കെ, എത്ര ഇപ്പോൾ ചോദ്യം എത്രയാണ് നിങ്ങളുടെ ചോദ്യമല്ല? ഫൈനൽ 5.90 5,90,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2016 VX ഫുൾ ഓപ്ഷൻ 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് എത്ര? ഓൾമോസ്റ്റ് ഒരു 5 to 5.5 എന്തായാലും. ഒരു 10-40,000 കണ്ടാൽ മതി. 40,000 മുതൽ 90,000 വരെ കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു മോഡലാണ്. 2016 ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ പോസ്റ്റ് ലിങ്കിൽ ഇനി വീണ്ടും പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. കമൻസ് വായിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക, വിട്ടുപോവുകയും ചെയ്യരുത്.
അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഈ സ്റ്റോക്കിനെ പറ്റിയും വേറെ സ്റ്റോക്കുകൾ ഇനിയും വരാനുണ്ട് ഇങ്ങോട്ട്, വേറെ സ്റ്റോക്കുകളുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോക്കിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിലുണ്ട് നമ്പർ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.